ജയന 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 നീ എന്ത് തുറന്ന നേരത്തെ? എടാ ജോഷുവാടാ. എടാ 9 മണിക്കല്ലേ ഷോ? ഞാൻ ഫുഡ് കഴിച്ചോണ്ടിരിക്കുക. എടാ ഒരു അർജന്റ് കാര്യം പറയാണ്ട് ഇങ്ങോട്ട് വന്നേ. എടാ 5 മിനിറ്റ് കഴിച്ചിട്ട് വരാം. എടാ അതൊക്കെ പിന്നെ കഴിക്കാൻ ഇങ്ങോട്ട് വന്നേ. എടാ നീ എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് പറഞ്ഞേ. ഉച്ചയ്ക്ക് തന്നെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ. ഗ്യാസ് വരെ സീനാവും. എടാ എൻ്റെ വീട്ടിൽ പുതിയതായിട്ട് മറ്റേ താമസിക്കുന്ന പയ്യല്ലേ, അവന്റെ പേരെന്തായിരുന്നു? അശോക്. അവനിപ്പോ എന്താണ്? എടാ അവൻ സൈക്കോ ആണെന്ന് എനിക്കൊരു സംശയമുണ്ട്. എടാ ഈ കാണുന്നവരെ എടുത്ത് ജഡ്ജ് ചെയ്യുന്നതിന്റെ പവന്റെ സ്വഭാവം കേട്ടോ. എടാ ലുക്ക് കൊണ്ടല്ല, പിന്നെ അവന്റെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും നോട്ടത്തിലും ഒക്കെ എന്തോ ഒരു പന്തികേടുണ്ട്. ഒരു ദിവസം ഞാൻ നോക്കുമ്പോൾ അവൻ അരമണിക്കൂറായിട്ട് കൈ കഴുകിക്കൊണ്ടിരിക്കുക. എടാ അത് OCD. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഇതേപോലെ തന്നെയാ. ഞാൻ മുഴുവൻ പറയട്ടെ. അവൻ കൈ കഴുകി പോയതിനു ശേഷം ഞാൻ വാഷ് ബേസിൽ നോക്കി, ഒരു ചോന്ന സ്റ്റെയിൻ. ഇത് മാത്രല്ല, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ റൂമിൽ വന്ന് ഞാൻ ഉറങ്ങണം നോക്കിക്ക. എന്തെങ്കിലും വീഡിയോ കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതിനെപ്പറ്റി അവനോട് ചോദിച്ചു. അവൻ പറയാ അവൻ മനുഷ്യരുടെ ഉറക്കത്തെ പറ്റി സ്റ്റഡി ചെയ്യാണ്. പിന്നെ ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ അവനെ നല്ലോണം വാച്ച് ചെയ്യാൻ തുടങ്ങി. ചില ദിവസങ്ങളിൽ രാത്രി 1 മണിക്ക് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എങ്ങോട്ടോ പോകുന്നുണ്ട്. എടാ നമ്മുടെ നാട്ടിൽ നടക്കുന്ന മിസ്സിംഗ് കേസൊക്കെ നീ കേൾക്കണതല്ലേ? അയിനി എടാ അവൻ പുറത്തു പോണ ദിവസങ്ങളാണ് ഇതൊക്കെ നടക്കണത്. എടാ ഒരു കാര്യം പറയട്ടെ. അന്ന് നമ്മുടെ ആ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയില്ലേ, അതിന് വേണ്ടി അന്ന് ഞാൻ കുറെ റിസർച്ച് ചെയ്തിരുന്നു. ആ ഒരു നോളജ് വെച്ച് പറയാണ്. എടാ ഈ സൈക്കോ കില്ലേഴ്സ് എന്ന് പറയുന്നത് പൊതുവെ ഈ ഏകാന്ത ജീവൻ നയിക്കുന്ന ആൾക്കാരായിരിക്കും. നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഒറ്റയ്ക്ക് ഒരു വീട്ടില്. അല്ലാണ്ട് ഇതുപോലെ ഈ ഷെയർ റൂമിൽ താമസിക്കില്ല. അതുകൊണ്ട് ഈ പേടിക്കേണ്ട ആവശ്യമില്ല. അവൻ സൈക്കോ ഒന്നല്ല. ഞാൻ പോയിട്ട് ഫുഡ് കഴിക്കട്ടെ. എടാ അവന്റെ കാര്യത്തിൽ തീരുമാനാക്കാണ്ട് എനിക്ക് ഉറക്കം വരില്ല. എടാ ഇതിപ്പോ ഞാൻ എന്താ വേണ്ടേ? രാത്രി അവൻ ഇറങ്ങുമ്പോ നീ അവനെ ഫോളോ ചെയ്യണം. എടാ ഞാൻ ഇതിനെ ഫോളോ ചെയ്യുന്ന, നിനക്ക് ഫോളോ ചെയ്ത പോലെ. ഞാൻ അവനെ ഫോളോ ചെയ്ത് അവനെ തിരിച്ചറിഞ്ഞാൽ പ്രശ്നമാവില്ലേ? നീ ആവുമ്പോ അവനെ പരിചയമില്ലല്ലോ, സംശയിക്കൂല. ഹലോ എടാ നിത്യ. എടാ ഞാൻ നിന്റെ വീടിന്റെ പുറത്തുണ്ട്. ഇന്നെങ്ങനെ ഇറങ്ങുമോ? എടാ അവ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വെയിറ്റ്. എടാ അവൻ ഇറങ്ങി. ശരി. എടാ എന്തായി? അവൻ എങ്ങോട്ട് പോന്നേ? എടാ അവ മെഡിക്കൽ ഷോപ്പിൽ കയറിക്കാണ്. എന്ത് പുല്ല് വാങ്ങാനാണാവോ? സർജിക്കൽ ഗ്ലൗസ് മേടിക്കാനായിരിക്കും. എടാ അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നീ വീഡിയോ എടുക്കണം. എടാ നീ എപ്പോഴും വിളിച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത്? നീ അതേ ഫോൺ കെട്ടി. സോറി സാർ. The number you are calling is currently switched off. Please try later. The number you are calling is currently switched off. Please try later.
ആര്? എന്റെ കൂട്ടുകാരൻ ചെയ്യും. അവൻ എന്താ ചെയ്തേ? നീ എന്തൊക്കെയാ പറയണേ? അവന്റെ ബോർഡിങ്ങിലും ബാക്കി വെച്ചിട്ടുണ്ടോ നീ? നിനക്കെന്താ വട്ടായോ? നിനക്കാണ് വിട്ട്. നീ സൈക്കിളിലല്ലടാ രാത്രി പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോയി കൊല്ലലാണ് നിന്റെ പണി. അതിലാണ് ഇന്നലെ നീ പോയേ. എടാ നിനക്കൊന്നും പറ്റിയില്ലേ? എനിക്കെന്ത് പറ്റിയ? പിന്നെ എന്താണ് ഞാൻ ഫോൺ വിളിച്ചെടുക്കാഞ്ഞ്? ഞാൻ ഇന്നലെ വീടെടുത്തോണ്ട് ഇടയ്ക്ക് എന്റെ ഫോൺ നിലത്തോണ്ട് പൊട്ടി. ഞാൻ നമ്മുടെ സുഭാഷന്റെ കട കാലത്ത് തുറപ്പിച്ച് ഫോൺ എടുക്കാൻ കൊടുത്തിട്ടാ വരുന്നത്. അപ്പൊ നീ അവനെ ഫോളോ ചെയ്തില്ല അല്ലേ? ഫോളോ ചെയ്തു. നീ വിചാരിക്കുമ്പോൾ അവൻ സൈക്കോ ഒന്നല്ല. പിന്നെ എടാ അവന്റെ കാമുകി കിട്ടി പോയതാ. പിന്നെ അവൻ എന്തിനാ മെഡിക്കൽ ഷോപ്പിക്ക് പോയേ? എന്തിനായിരിക്കും? ഓ ഐ സി. അപ്പൊ മോൻ സംശയമൊക്കെ മാറിയില്ലേ? അപ്പൊ ഞാൻ പൊക്കോട്ടെ. ഇനി മേലെ അമ്മായി തൊട്ടി കേസിന് വിളിച്ചു വരുത്. ഫോണും പോയി, ഉറക്കവും പോയി. സോറി.